2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതത്തിന് ആദ്യ മെഡൽ തിലക്കം. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗിൽ ബീഹാറിൽ നിന്നുള്ള ജാന്തുകുമാറാണ് വെങ്കല മെഡൽ സ്വന്തമാക്കി രാജ്യത്തിന്റെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 190 കിലോഗ്രാം ഭാരം വിജയകരമായി ഉയർത്തിയാണ് 29-കാരനായ ജാന്തുകുമാർ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ദാരിദ്ര്യവും ശാരീരിക വെല്ലുവിളികളും മനക്കരുത്തിന് മുന്നിൽ വഴിമാറിയ ചരിത്രം. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതത്തിന് ആദ്യ മെഡൽ സമ്മാനിച്ചിരിക്കുകയാണ് ബീഹാറിൽ നിന്നുള്ള പാരാ പവർ ലിഫ്റ്റർ ജാന്തുകുമാർ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗിലാണ് ഭാരതത്തിന്റെ ആദ്യ മെഡൽ നേട്ടം. മത്സരത്തിലെ തന്റെ രണ്ടാം ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം അനായാസം ഉയർത്തിക്കൊണ്ടായിരുന്നു 29-കാരനായ ജാന്തുകുമാർ വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ 130.9 പോയിന്റോടെ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചപ്പോൾ അത് ഈ വർഷത്തെ ഗെയിംസിൽ ഭാരതത്തിന്റെ അക്കൗണ്ട് തുറന്ന ചരിത്ര നിമിഷമായി. ഈ വെങ്കല മെഡലിന് സ്വർണത്തെക്കാൾ തിളക്കമുണ്ട്. കാരണം ഇതിന് പിന്നിൽ ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയുണ്ട്. ബീഹാറിലെ നളന്ദയിൽ ഒരു സാധാരണ പച്ചക്കറി കച്ചവടക്കാരന്റെ മകനായി ജനനം. കേവലം 1 വയസ്സുള്ളപ്പോൾ വില്ലനായെത്തിയ പോളിയോ ജാന്തുവിന്റെ കാലുകളുടെ ചലനശേഷി കവർന്നു. എന്നാൽ തളർന്നു പോകാൻ ആ മനസ്സ് തയ്യാറായിരുന്നില്ല. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നളന്ദയിലെ തെരുവുകളിൽ ഈ റിക്ഷ ഓട്ടിച്ചും പച്ചക്കറി വിറ്റും അദ്ദേഹം ജീവിച്ചു. ആകെ ചെറിയ സമയം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. ആ സമയത്തായിരുന്നു ജാന്തുവിന്റെ പവർ ലിഫ്റ്റിംഗ് പരിശീലനം. കൃത്യമായ ഭക്ഷണക്രമമോ പരിശീലന സൗകര്യങ്ങളോ വാങ്ങാൻ പണമില്ലാതിരുന്ന നാളുകൾ. ഒടുവിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പണമില്ലാതെ വന്നപ്പോൾ തന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഈ റിക്ഷ വിൽക്കാൻ പോലും അദ്ദേഹം മടിച്ചില്ല. ആ ത്യാഗമാണ് അദ്ദേഹത്തെ ഇന്ന് ദേശീയ ശ്രദ്ധയിലേക്കും കോമൺവെൽത്തിന്റെ വേദിയിലേക്കും എത്തിച്ചത്. ബീഹാറിൽ നിന്ന് കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടുന്ന ആദ്യ പാരാ അത്ലറ്റ് എന്ന റെക്കോർഡും ഈ 29-കാരൻ സ്വന്തമാക്കി. പട്ടിണിയോടും പരിമിതികളോടും പടവെട്ടി നേടിയ ഈ വിജയം കേവലം ഒരു കായിക താരത്തിന്റെ മാത്രം ജയമല്ല. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു പോകുന്ന ഏതൊരാൾക്കും മുന്നോട്ട് കുതിക്കാനുള്ള വലിയൊരു പാഠപുസ്തകമാണ്. സ്പോർട്സ് ഡെസ്ക്, ജനം.